ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ കാണപ്പെട്ട വിള്ളൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. സംഭവത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. പിലിക്കോട് മട്ടലായിൽ ദേശീയപാത നിർമ്മാണ വേളയിൽ പാർശ്വഭിത്തിയിലും റോഡിലുമായി വിള്ളൽ കാണപ്പെട്ട സംഭവത്തിൽ പരിശോധന നടത്തി അടിയന്തിരമായി റിപ്പോർട്ട് നൽകുന്നതിന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിയോഗിച്ച അന്വേഷണ സംഘമാണ് ചൊവ്വാഴ്ച പിലിക്കോട്ടെത്തിയത്. അതേസമയം 30 അടിയോളം താഴ്ചയിൽ നിന്ന് കോൺക്രീറ്റ് ഭിത്തി കെട്ടിയുയർത്തി വേഗത്തിൽ ചരൽമണ്ണ് നിറച്ച ശേഷം യന്ത്രങ്ങൾ ഉപയോഗിച്ച് അമർത്തിയതാണ് പാർശ്വഭിത്തി തെന്നിമാറി വിള്ളൽ രൂപപ്പെടുകയും റോഡിൽ വിള്ളൽ ഉണ്ടാകുവാൻ കാരണമായതുമെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സംഭവം നടന്ന സ്ഥലം നിർമ്മാണ വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം സന്ദർശിക്കുവാനും അതുവരെ വിള്ളലുണ്ടായ ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുമാണ് സംഘം തയ്യാറാക്കുന്ന നിർദ്ദേശങ്ങളിൽ ഉയർന്നത്. ജനങ്ങൾ ആശങ്കപ്പെടാതിരിക്കുവാനും ഇക്കാര്യം അനിവാര്യമാണ്. ഹൊസ്ദുർഗ് തഹസിൽദാർ PK പ്രേമാനന്ദ്, കാഞ്ഞങ്ങാട് RDOയുടെ പ്രതിനിധി സീനിയർ സൂപ്രണ്ട് EM ബിജു, ഡെപ്യൂട്ടി തഹസിൽദാർ PV തുളസിരാജ്, സോയൽ കൺസർവേഷൻ ഓവർസിയർമാരായ K നജിബുദ്ദീൻ, N റംല, മൈനിംഗ് ആൻഡ് ജിയോളജി അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് L അജിത്, K അമൃത, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ MV ശ്രീജു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ S സുനിൽകുമാർ, ഷാജി തയ്യിൽ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V മധുസൂദനൻ, ചെറുവത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി GS അരുണിമ, കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവരാണ് പങ്കെടുത്തത്. തുടർന്ന് പിലിക്കോട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള ഓവുചാലുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും പിലിക്കോട് മട്ടലായി ശിവക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി ഓവുചാലിനോട് ചേർന്ന് വെള്ളം കുത്തിയൊലിച്ച് വന്ന് തൊട്ടടുത്ത വീടുകളിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നടപടി വേണമെന്ന ആവശ്യവും ജനപ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. പിലിക്കോട് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രമേശൻ കുറുവാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി, സ്ഥിരം സമിതി അധ്യക്ഷ N രവീന്ദ്രൻ, MK ഹരിദാസ്, K ഹേമാംബിക, പഞ്ചായത്ത് അംഗങ്ങളായ A ഭാസ്കരൻ, V ലീന തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മട്ടലായി സന്ദർശിച്ച ഉന്നത ഉദ്യോഗസ്ഥ സംഘം സംഭവം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകും. ബന്ധപ്പെട്ടുകൊണ്ട് മട്ടലായി അതുപോലെ തന്നെ കാലിക്കട് ഭാഗങ്ങളിൽ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ആശങ്ക അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മട്ടലായി ഭാഗത്താണെന്നുണ്ടെങ്കിൽ ദേശീയപാതയിൽ അതിൻ്റെ പൂർത്തീകരിച്ചു എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് ഇപ്പോൾ വിള്ളൽ വന്നിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ സൈഡ് വാളിലും കോൺക്രീറ്റിൽ വിള്ളൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം കുറ്റമറ്റതായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി ദേശീയപാതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതേ അവസരത്തിൽ തന്നെ ഈ റോഡിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളക്കെട്ട് ഇപ്പോഴത് കാടുവക്കാട് മഞ്ഞത്തൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ആ വെള്ളത്തിന് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒന്നുകിൽ അവിടെ ഡ്രെയിനേജ് ദേശീയപാതക്ക് കുറുകെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ അതിനുണ്ടാകണം. ഇല്ലെങ്കിൽ ആ വെള്ളക്കെട്ട് വീടുകളിലേക്കും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ വിഷയം തന്നെയാണ് കാലിക്കടവിൽ കഴിഞ്ഞ ഇത് നിർമ്മാണം ആരംഭിച്ചതിന് മുതൽ തന്നെ വലിയ നിലയിലേക്കുള്ള വെള്ളക്കെട്ടാണ്. അവിടെ ഡ്രെയിനേജ് പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്തും അതുപോലെ തന്നെ നാട്ടുകാരും നിരവധി പ്രാവശ്യം കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടും അത് പൂർത്തീകരിക്കാണ് പറഞ്ഞിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.